ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 21. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതിന് യോവാബ്, കർത്താവ് തൻ്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും എൻ്റെ യജമാനനായ രാജാവേ, അവരെല്ലാം യജമാനന്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം ആലോചിക്കുന്നതെന്ത്? ഇസ്രായേലിന് കുറ്റകാരണമായി തീരുന്നതെന്തിന് എന്ന് പറഞ്ഞു. യോവാബ് രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതിനാൽ യോവാബ് പുറപ്പെട്ട് ഇസ്രായേലിൽ എല്ലായിടത്തും സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. യോവാബ് ജനത്തെ എണ്ണിയ സംഖ്യ ദാവീദിന് കൊടുത്തു. ഇസ്രായേലിൽ ആയുധപാണികൾ 11,00,000 പേർ, യഹൂദയിൽ ആയുധപാണികൾ 4,70,000 പേർ. എന്നാൽ രാജാവിൻ്റെ കൽപ്പന യോവാബിന് ഇഷ്ടമില്ലായിരുന്നത് കൊണ്ട് അവൻ ലേവിയെയും ബെന്യാമീനെയും അവരുടെ കൂടെ എണ്ണിയില്ല. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നത് കൊണ്ട് അവൻ ഇസ്രായേലിനെ ശിക്ഷിച്ചു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. എന്നാൽ അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ കുറ്റം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ദൈവം ദാവീദിന്റെ ദർശകനായ ഗാദിനോട് അരുളി ചെയ്തു, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. അവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളണം. അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറയുക. അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട്, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, 3 സംവത്സരം നീണ്ടു നിൽക്കുന്ന ക്ഷാമമോ, നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ പിന്തുടർന്ന് നീ 3 മാസം നിന്റെ ശത്രുക്കളാൽ വിഷമിക്കുകയോ, ദേശത്ത് 3 ദിവസം ദൈവത്തിന്റെ വാളായി വസന്തം ഉണ്ടായി ഇസ്രായേൽ ദേശത്തെല്ലാം ദൈവദൂതൻ സംഹാരം ചെയ്യുകയോ, ഇവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നെ അയച്ചവനോട് ഞാൻ എന്ത് മറുപടി പറയേണ്ടു എന്ന് നീ ആലോചിക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ വീഴട്ടെ. അവൻ്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഇസ്രായേലിൽ വസന്തം അയച്ചു. ഇസ്രായേലിൽ 70,000 പേർ വീണു പോയി. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ കർത്താവ് കണ്ട് ആ അനർത്ഥത്തെക്കുറിച്ച് ദുഃഖിച്ച് സംഹാരദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു. ദൈവദൂതൻ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് തല ഉയർത്തി, ദൈവദൂതൻ വാൾ ഊരി യെരൂശലേമിന് മീതെ നീട്ടിപ്പിടിച്ചു കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ടു. ദാവീദും മൂപ്പന്മാരും രട്ടുടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? കുറ്റം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആളുകൾ എന്ത് തെറ്റ് ചെയ്തിരിക്കുന്നു? കർത്താവേ, എൻ്റെ ദൈവമേ, നിന്റെ കൈ ശിക്ഷയ്ക്കായി നിന്റെ ജനത്തിന്മേലല്ല, എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ ദൈവത്തിനൊരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറയുവാൻ കൽപ്പിച്ചു. ദൈവനാമത്തിൽ ഗാദ് പറഞ്ഞ വചനമനുസരിച്ച് ദാവീദ് ചെന്നു.
ഒർന്നാൻ ദാവീദിനെ കണ്ടു. അവനും കണ്ടു. തൻ്റെ 4 പുത്രന്മാർക്കും മനസ്സിലായില്ല. ഒർന്നാൻ ഗോതമ്പ് മെതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് ഒർന്നാന്റെ അടുക്കൽ വന്നപ്പോൾ ഒർന്നാൻ ദാവീദിനെ കണ്ടു. കളത്തിൽ നിന്ന് പുറത്തു ചെന്ന് ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ദാവീദ് ഒർന്നാനോട്, ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ ദൈവത്തിനൊരു യാഗപീഠം പണിയേണ്ടതിന് അത് എനിക്ക് തരണം. ശിക്ഷ ജനത്തെ വിട്ടു മാറേണ്ടതിന് നീ അത് പൂർണ്ണ വിലയ്ക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞു. അതിന് ഒർന്നാൻ ദാവീദിനോട്, അത് എടുത്തുകൊള്ളുക, യജമാനനായ രാജാവിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊണ്ടാലും ഇതാ ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകിന് മെതിവണ്ടികളും ഭോജനയാഗത്തിന് ഗോതമ്പും തരുന്നു. എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ വിലയ്ക്ക് അത് വാങ്ങുകയുള്ളൂ. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായി എടുക്കില്ല. ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 50 എസ്തീറാ പൊന്ന് ഒർന്നാന് കൊടുത്തു. ദാവീദ് അവിടെ കർത്താവിന് ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. തന്നോട് പ്രാർത്ഥിച്ചു. ദൈവം ആകാശത്ത് നിന്ന് ഹോമപീഠത്തിന്മേൽ തീയിറക്കി. അവന് ഉത്തരം അരുളി. കർത്താവ് ദൂതനോട് കൽപ്പിച്ചു. അവൻ തൻ്റെ വാൾ വീണ്ടും ഉറയിൽ ഇട്ടു. ആ കാലത്ത് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ വെച്ച് ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി എന്ന് ദാവീദ് കണ്ട് അവിടെ യാഗം കഴിച്ചു. മോശ ഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയിരുന്ന ദൈവത്തിൻ്റെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ഹിബെയോനിലെ പൂജാഗിരിയിലായിരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ്റെ വാളിനെ ഭയപ്പെട്ടതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.